വളരെ സുപ്രധാനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പഴയ നിയമത്തിൽ ആ വിധത്തിൽ നാം വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിന് രണ്ട് വിധത്തിലുള്ള സങ്കല്പമാണ് കാണുന്നത്. കല്ലും മണ്ണും ഉപയോഗിച്ച് നാം ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള ഒരു ദേവാലയ കെട്ടിട സമുച്ചയം, ആ ഒരു സങ്കല്പവുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ദേവാലയം എന്ന സങ്കല്പവും ഏറെ വ്യക്തമായി ദൈവവചനത്തിലൂടെ നാം അറിയുന്നു. പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് ഓർമ്മിപ്പിച്ചു, ഈ മനോഹരമായ ദേവാലയം 3 ദിവസം കൊണ്ട് ഞാൻ അത് പൊളിച്ച് 3 ദിവസത്തിനുള്ളിൽ പുതിയ ദേവാലയം നിർമ്മിക്കുമെന്ന് അന്ന് യേശു തമ്പുരാൻ പറഞ്ഞപ്പോൾ കേൾവിക്കാർക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. കർത്താവായ യേശു മിശിഹായുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അപ്പോൾ കർത്താവ് സൂചിപ്പിച്ചത് എന്ന് പിന്നീട് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ ആശയമാണ് പിന്നീട് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യ ശരീരം തന്നെ ഒരു ദേവാലയത്തിന് തുല്യമാണ് എന്ന ആശയം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വാഗ്ദാനത്തെ പരിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ നാമത്തിലുള്ള പണിതുയർത്തിയിട്ടുള്ള ഈ അതിമനോഹരമായ ദേവാലയം ഇന്നും നാളെയുമായി ശുദ്ധീകരിക്കപ്പെടുവാൻ പോകുകയാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ സഭയിൽ പരിശുദ്ധ മൂറോൻ ഉപയോഗിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ മാമോദീസായിൽ കുഞ്ഞുങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ദേവാലയം പരിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ ദൈവ സാന്നിധ്യം സജീവമായി ഈ ദേവാലയത്തിൽ ഉണ്ടാകത്തക്കവണ്ണമുള്ള പരിശുദ്ധ മൂറോനാലുള്ള അഭിഷേകം ഈ ദേവാലയ വിശുദ്ധീകരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം. നാളെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക, ഈ മദ്ബഹായെയും ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ മൂറോനാൽ മുദ്ര കുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്രകാരമുള്ളൊരു ദേവാലയം പണിയുവാൻ തക്കവണ്ണം വർത്തമാന കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ദൈവം അനുവാദം നൽകി എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് വേണം കരുതാൻ. ധനം കൊണ്ട് മാത്രം ദേവാലയം പണിതുയർത്താൻ സാധ്യമല്ല. ദാവീദ് രാജാവ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു. അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം അദ്ദേഹം ശേഖരിക്കുകയുണ്ടായി. പക്ഷേ ദേവാലയം പണിയുവാനുള്ള അനുവാദം ദൈവസന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനവും സമ്പത്തും അതുപോലെ ധനവും ഇതെല്ലാം ഒരുക്കി ശേഖരിച്ചാൽ പോലും ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ ദേവാലയം പണിയുവാൻ ഒരിക്കലും നിവൃത്തിയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം അറിയുന്നത്. അതുകൊണ്ട് ഈ ഇടവകയിലെ വിശ്വാസികൾക്ക്, ജനങ്ങൾക്ക് ഈ ദേവാലയം ഇതുപോലെ പണിതുയർത്തുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുകയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധീകരണം പ്രാപിക്കുവാനുള്ള ആ അത്യാഗ്രഹം, ആ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഈ ദേവാലയത്തിൻ്റെ താക്കോൽ കൂട്ടം പരിശുദ്ധ സഭയുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ഈ ദേവാലയം ഇപ്പോൾ കല്ലും മണ്ണും കൊണ്ട് പണിയപ്പെട്ടതാണെങ്കിലും ഇത് സഭയുടെ ഒരു ഭാഗമായി തീരുവാൻ പോകുന്നു. സഭാഗാത്രത്തിൽ ഇത് ലയിച്ചു ചേരുവാൻ പോകുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഇടവകയിലെ വിശ്വാസികളല്ല, മറിച്ച് പരിശുദ്ധ സഭയാണ്. അതിൻ്റെ സൂചന അത് അന്വർത്ഥമാകത്തക്കവണ്ണം ഈ ദേവാലയത്തിൻ്റെ താക്കോൽ കൂട്ടം, ഇതിൻ്റെ കൈക്കാരൻ അഥവാ അതിനോട് ബന്ധപ്പെട്ട ചുമതലയുള്ള വ്യക്തി, ജനറൽ കൺവീനർ ഇത് നമുക്ക് സമർപ്പിക്കുകയും ഈ താക്കോൽ കൂട്ടം ഈ ഇടവകയുടെ മെത്രാപ്പോലീത്ത അഥവാ കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തായെ അത് നാം ഏൽപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന വികാരി അച്ഛന് അത് തിരിച്ചു കൊടുക്കുകയും വികാരി അച്ഛൻ അത് നേരത്തെ
കൈക്കാരന് തന്നെ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സഭയുടെ ഉടമസ്ഥതയെ വിളിച്ചറിയിക്കുന്ന ഒരു ചടങ്ങ് എന്ന വിധത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഈ കാര്യത്തിനായി ഈ ദേവാലയം പണിതുയർത്താൻ തക്കവണ്ണം അതിൻ്റെ കൺവീനർ എന്നുള്ള സ്ഥാനത്ത് പ്രവർത്തിച്ച വ്യക്തി ഈ സമയത്ത് ഇതിൻ്റെ താക്കോൽ കൂട്ടം നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ശ്രീ ജേക്കബ് ജോൺ വെട്ടിയിലാണ് ഇത് ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത്. അദ്ദേഹം താക്കോൽ പരിശുദ്ധ ബാബ തിരുമേനിയെ ഏൽപ്പിക്കുന്നു. ഇടവക മെത്രാപ്പോലീത്ത തിരുമേനിയുടെ മുൻപാകെ ഈ താക്കോൽ കൂട്ടം ഞാൻ കൈമാറട്ടെ. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ ബാബ തിരുമേനിയിൽ നിന്ന് ഈ താക്കോൽ സ്വീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ബാബ ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാനത് വികാരിയത്തിനെ ഏൽപ്പിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തരണം എന്നുള്ള കാര്യം ഇടവയിലെ ട്രസ്റ്റി കൈക്കാരൻ എന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇന്ന് ശുശ്രൂഷയുടെ 2 പ്രധാന ഭാഗങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന് ശിലാസ്ഥാപന ശുശ്രൂഷ. ഈ ദേവാലയം പണി ആരംഭിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തി കാണും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, കാനോനികമായി ഇതിനൊരു ശിലാസ്ഥാപനം ആവശ്യമുണ്ട്. കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെയും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ ഭാഗ്യം തേ മശിഹാതൻ മണവാട്ടി, നിൻ ശിലവൈപ്പിൽ ജാതികൾ മോദി ഭൂദേവാ തേജേടണമേ. ശ്രീയേകി മേലിൻ മണവരതീരോ മശിഹായേ
ചെയ്യുക സഭയെ ദേവാ ദയ ചെയ്തിടണമേ. വിശ്വാസത്തോടു സ്നാനം കൈക്കൊണ്ടോ നാനാദേശേ നിന്നെ കൊണ്ടാടും ദേവാ ദയ ചെയ്തിടണമേ. മുടിച്ചോടും നരജത്തിൻ പതിവ്രതയെ വന്ദിച്ചിടാം നിന്നുള്ളിൽ വന്നു ദേവാ ദയ ചെയ്തിടണമേ. വാദാമോലം വൽദീനാമേ. സഭവരണം ചെയ്തതു പാവനമാക്കാൻ തിരുസുതനേ തന്നാതാതനു സ്തോത്രം ദേവാ ദയ ചെയ്തിടണമേ. വിലയേറിയ നിന്റെ രംഗത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ പരിശുദ്ധ സഭയാകുന്ന ആന്തരിക ശ്രീയോന്റെ കോട്ടകളെ ജയമുള്ള നിന്റെ ശ്രീതായുടെ ശക്തിയാൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സ്വർഗീയ സൈനികരുടെ കാവലും സൂക്ഷ്മതയും കൊണ്ട് അതിനെ ചുറ്റുമാറാകണമേ. അങ്ങനെ അതിൻ്റെ മക്കളുടെ സംഘത്തിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കായിക്കും സ്തുതി പാടുമാറാകണമേ. ഓശോ ബബകുൽ സുധാ തൻകരതാരിൽ തിരുസഭയെ നന്നായി സ്ഥാപിച്ചൊരു മശിഹ സ്തുതി സതതം പാടാൻ ഞങ്ങളുടെ അകതാരിനെ സജ്ജമാകാം. അഖിലത്തിനധിപൻ നാഥ നീ എന്നും വന്യൻ തന്നെ. സഭയിൽ കൂടാരം മലയിൽ പണിതാൻ മോശവഴി പാവന സ്നേഹന്മാർ മൂലം തന്നുടെ സഭയെ പണിതേറ്റി പാടണമവനായി നാം സ്തോത്രം താനെന്നും വന്യൻ തന്നെ. മശിഹ തന്നുടെ ഹിതമതുപോൽ സ്നേഹോദ്ഭവനം ശാലേനിൽ പരനായി നന്നായി പണി ചെയ്തു പണിതാനീശോ തിരുസഭയെ വിശ്വാസമതാം ശിലയിന്മേൽ താനെന്നും വന്യൻ തന്നെ. ോലം വാലാമിലോലം ഉൽമീനാമേ. സീനായിൽ ദ്വാദശശിലയ കൂടാരം പാടിതാൻ മോശ സ്ലീഹന്മാരിൽ മശിഹായും സഭ പണിതാൻ വിശ്വാസമതിൽ സ്തുതിഗാനം നാം പാടിടാം താനെന്നും വന്യൻ തന്നെ. സ്തോമൻ കാലോസ് അറിയിക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും
മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ഗ്നൂമായുടെ കഷ്ടപ്പാടുകളാൽ പരിശുദ്ധ സഭയെ തനിക്ക് വിവാഹം പറഞ്ഞ് നിശ്ചയിക്കുകയും ആത്മാക്കളുടെ കാവലിനായി ജീവനുള്ള സ്ലീബായെ അതിൽ വയ്ക്കുകയും ചെയ്ത മേലുള്ള മണവാളനും തൻ്റെ സഭയെയും ആചാര്യസംബന്ധമായ തൻ്റെ ഇടവകകളെയും ആശ്രയകോട്ടകളായി പണിത് വേലി കെട്ടുകയും അക്രമികളുടെ കയ്പപ്പെട്ട കഠിനകോപത്തിൻ്റെ ഉഗ്രതയിൽ നിന്നും അതിനെ കാവൽ ചെയ്യുവാനായി രക്ഷയുടെ ബലമുള്ള ഗോപുരങ്ങൾ മനുഷ്യത്വത്തിന് സ്ഥിരപ്പെടുത്തുകയും പ്രതികൂലമായി ക്ഷോഭിച്ചിരിക്കുന്ന തിരമാലകളെ അതിൽ നിന്നും കടത്തിക്കളയുകയും ചെയ്ത ജ്ഞാനമുള്ള ശില്പിയുമായ തനിക്ക് സ്തുതി. തനിക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നേക്കും യോഗ്യമാകുന്നു. കുലകുന്യവുമോ സ്വതഹായ പാറിക്കുമോർ അഗ്നിയാത്മമയന്മാരുടെ ഗണങ്ങളാൽ മഹിമയോടെ ആത്മീയമായി പുകഴ്ത്തപ്പെടുകയും ചിറകുള്ള അഗ്നിമയന്മാരാൽ മഹാസംഭ്രമത്തോടുകൂടി വാഴ്ത്തപ്പെടുകയും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള കടിഞ്ഞൂലുകളുടെ സഭയിൽ അശരീരികളായ ശുശ്രൂഷക്കാരാൽ ത്രിത്വസ്തുതി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനുമായ മശിഹാ തമ്പുരാനേ, മഹത്വമുള്ള നിന്റെ കൂടാരത്തിൽ ഇസ്രായേലിൻ്റെ കൂടാരത്താൽ മുൻകൂട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ സഭയിൽ പുകഴ്ത്തപ്പെട്ട് വാഴ്ത്തപ്പെട്ട് പ്രാഭവപ്പെടുവാൻ നിന്റെ കൃപയാൽ തിരുമനസ്സായി നിന്റെ ബഹുമതിക്കായി മോശ കൂടാരമുറപ്പിക്കുകയും സകല വർഗങ്ങളുടെയും പ്രതിച്ഛായകളാൽ അതിനെ അലങ്കരിക്കുകയും സത്യത്തിൻ്റെ മണവാളനായ നിന്നാൽ അലങ്കരിക്കപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ അസ്ഥികളാൽ പണിയപ്പെടുകയും നിന്റെ സ്നേഹിതന്മാരുടെ സത്യത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളതായ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ദൃഷ്ടാന്തം വരയ്ക്കുകയും ചെയ്തു. നിന്റെ വെളിപാടുകാരായ നിബിയന്മാർ ഈ സഭയ്ക്ക് മുമ്പ് കൂട്ടി രൂപം നൽകി. അവരിൽ ഒരുവൻ ജലപ്രളയത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി ആശ്വാസത്തിൻ്റെ പരിമളവാസന അർപ്പിക്കുകയും നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ രഹസ്യം കാണിക്കുകയും ചെയ്തു. മറ്റൊരുവൻ അമോറിയ മലയിലേക്ക് കയറി തൻ്റെ ഏകജാതനെ ബലി കഴിക്കുകയും നിന്റെ പരിശുദ്ധ സഭയുടെ ദൃഷ്ടാന്തം നിലനിർത്തുകയും ചെയ്തു. ഒരുവൻ ബഥേലിൽ വച്ച് കല്ല് അഭിഷേകം ചെയ്ത് നേർച്ചകളും പതാരങ്ങളും അതിന്മേൽ അർപ്പിച്ച് അത് മുഖാന്തരം ഇവിടെ സഭയിൽ നിനക്ക് അർപ്പിക്കപ്പെടുന്നതായ രഹസ്യപൂർണമായ കുർബാനകളെ മുമ്പ് കൂട്ടി കാണിച്ചു. വേറൊരുവൻ കർമ്മേൽ മലയിൽ ബലിപീഠം പണിത് നിഴലായ ബലികളെ അതിന്മേൽ അർപ്പിച്ചു. മറ്റൊരുവൻ പൗരസ്ത്യാലയത്തിൻ്റെ മഹത്വത്തെ പറ്റി സംസാരിച്ചു. ഒരുവൻ അത്യുന്നതൻ്റെ പട്ടണത്തെ പറ്റിയുള്ള ശ്രേഷ്ഠതകൾ സംസാരിക്കപ്പെടുമെന്ന് ഉദ്ഘോഷിച്ചു. അവരൻ മെതിയാന്യരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി തന്നെ ബഹുമാനത്തിന് ബലിപീഠം പണിതു. ഒരുവൻ തൻ്റെ ഏകജാതനെ ബലി കഴിക്കുകയും പരിശുദ്ധ സഭയ്ക്ക് മർമ്മങ്ങൾ വരയ്ക്കുകയും ചെയ്തു. വേറൊരുവൻ യബുസായനായ ആരാന്റെ കളത്തിൽ വെച്ച് കുർബാന അർപ്പിച്ച് ജനത്തിൽ നിന്നും വസന്ത വിലക്കി. ഒരുവൻ കർത്താവിൻ്റെ ഭവനം പർവ്വത ശൃംഗത്തിൽ പണിയപ്പെടുമെന്ന് പറയുകയും അതിലേക്ക് ജാതികൾ തടിച്ചുകൂടുമെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വേറൊരുവൻ കർത്താവ് യെരൂശലേമിനെ മോഹനീയ പ്രഭകളാൽ അലങ്കരിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. ഒരുവൻ കർത്താവ് തൻ്റെ ഭവനത്തെ സകല മേൽക്കോയ്മകൾക്കും അധികാരങ്ങൾക്കും മേലായി പണിയുമെന്ന് പ്രസംഗിച്ചു. മറ്റൊരുവൻ സഭയോട് നിന്റെ കൂടാര കയറുകൾക്ക് നീളം കൂട്ടുക, നിന്റെ വിരികളെ വിസ്താരപ്പെടുത്തുക എന്നിങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു. ഒരുവൻ കർത്താവിൻ്റെ ദേവാലയം പണിയപ്പെടുമെന്നും
അത് ഇസ്രായേലിൻ്റെ മഹത്വത്തിനായി തീരുമെന്നും കാഹളം മുഴക്കി. മറ്റൊരുവൻ അടിമയ്ക്കും ബാബേലിൽ നിന്നുള്ള കരയേറ്റത്തിനും ശേഷം നിന്റെ നാമത്തിന് ആലയം രൂപപ്പെടുത്തി. ഒരുവൻ കർത്താവ് തൻ്റെ ബലിപീഠം സ്ഥിരപ്പെടുത്തുമെന്നും ദുഷ്ടൻ ലജ്ജിച്ചു പോകുമെന്നും പ്രവചിച്ചു. മറ്റൊരുവൻ കർത്താവേ, നിന്റെ ബലിപീഠത്തിനരികെ പക്ഷിക്കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് പാടി. ഇപ്രകാരം സഭ മുഖാന്തരം അവളെപ്പറ്റി പ്രഘോഷിച്ചിട്ടുള്ളവരുടെ ഉപമാനങ്ങളെ സത്യങ്ങളായി നീ കാണിച്ചു. അപഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രയും ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ടും കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും ദൈവവുമേറിയൊരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലെല്ലാം സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പൊട്ടുകളുടെ മേൽ തളിക്കുന്ന വശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി